ആർക്കിയോളജിക്കൽ സർവേയുടെ മ്യൂസിയമാണിത്. മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് ആണ്. ഇവിടെ ഇഷ്ടം പോലെ നമ്മുടെ അവിടെ നിന്ന് എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ള സ്തൂപങ്ങൾ ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എൻ്റെ ടിക്കറ്റൊന്നുമില്ല, നമുക്കിത് കയറി കാണാവുന്നതാണ്. നന്ദി ഓരോ സ്ഥലത്തു നിന്ന് കിട്ടിയിട്ടുള്ള സ്തൂപങ്ങളെ കൊണ്ടുവന്ന് ഒരു മ്യൂസിയമായിട്ട് അതിനെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. പല തരത്തിലുള്ള ഗണേശ വീണ്ടും ഒരു ഗണേശൻ്റെ സ്റ്റാച്യു. സോ ഗണേശ സ്റ്റാച്യൂസ് തന്നെ പല ഗണേശ സ്റ്റാച്യൂസ് ഉണ്ട്. ദെൻ ദേവി സ്റ്റാച്യൂസ് ഒരുപാടെണ്ണം ഉണ്ട്. ദെൻ ദുർഗ സ്റ്റാച്യൂസ്, പലതരത്തിലുള്ള സ്റ്റാച്യൂസ് ഇവിടെ തന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം തന്നെ പേരുകൾ അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. വീരഭദ്ര. ഇവിടെ എത്തുമ്പോഴത്തേക്കും നന്ദിയുടെ തന്നെ പലതരത്തിലുള്ള സ്റ്റാച്യൂസ് അവിടുന്ന് എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ട്. പല ടൈപ്പ് നന്ദി, ഡിഫറെൻ്റ് ആയിട്ടുള്ള നന്ദികളുടെ രൂപങ്ങൾ. നന്ദിയുടെ ഒരു രൂപം, ഇതിൻ്റെ തലയെന്തോ ബ്രേക്കായിട്ടുണ്ട്. ഒരുപാട് സ്റ്റാച്യൂസ് ഇതിനകത്തുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർക്കിയോളജി മ്യൂസിയം ആൻഡ് ഹെറിറ്റേജ് സെൻ്ററാണ്. ഇതിൻ്റെ നാഗാസിൻ്റെ സ്റ്റാച്യൂസ്. ഹനുമാൻ്റെ ഒരു സ്റ്റാച്യു തന്നെ അവിടെ കാണുന്നുണ്ട്. ഹനുമാൻ്റെ സ്റ്റാച്യൂസിൻ്റെയും തലയൊന്നുമില്ല. അത് അവിടെ നിന്ന് എക്സ്കവേറ്റ് ചെയ്ത സമയത്ത് പോകാമെന്ന് തോന്നുന്നു. ഹീറോ സ്റ്റോൺ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഹീറോ സ്റ്റോൺ. ഞങ്ങളുടെ കപ്പിൾ എന്നുകൊണ്ടൊരു സ്റ്റാച്യു ഉണ്ട്. സതീ സ്റ്റോൺ. അനന്തപത്മനാഭൻ്റെ സ്റ്റാച്യു ഉണ്ട്. കണ്ടേ, അതിൻ്റെ ഇതെല്ലാം ഇങ്ങനെ വിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം ജോയിൻ ചെയ്തൊക്കെ വെച്ചേക്കാം. അനന്തപത്മനാഭ സ്റ്റാച്യു. ദെൻ നന്ദി സ്റ്റാച്യു ഉണ്ട്. നന്ദി, ആൾവാർ, ഗണപതിയുടെ സ്റ്റാച്യു. ദെൻ ബുദ്ധ സ്റ്റാച്യു, മഹാവീരൻ്റെ സ്റ്റാച്യു ആണ്. ബുദ്ധനുള്ള മഹാവീരൻ്റെ സ്റ്റാച്യു ആണിത്. ആൻഡ് സിദ്ധാർത്ഥ, ശ്രീബുദ്ധൻ്റെ സ്റ്റാച്യു. മഹാവീരൻ്റെ ഉണ്ട്, ശ്രീബുദ്ധൻ്റെ സ്റ്റാച്യു ഉണ്ട്. ഒരുപാട് സ്റ്റാച്യൂസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. രുദ്ര. അത് നമ്മളിവിടെ ഹംപിയിൽ വരുന്ന സമയത്ത് ഇവിടെ ടിക്കറ്റൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് കയറി ഇതെല്ലാം കണ്ടിട്ട് പോകാവുന്നതാണ്. ഇവിടെ ഒരു വെയിറ്റിംഗ് ഏരിയ പോലെയൊക്കെ ആളുകളൊക്കെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഗണേശ സ്റ്റാച്യു, ശിവലിംഗ, നന്ദി. ഇത് നല്ല കൊള്ളാവുന്നൊരു നന്ദിയാണ് കേട്ടോ. നല്ല നീറ്റായിട്ടിരിക്കുന്നുണ്ട് നന്ദി. ഇവിടെ നമ്മൾ ആഞ്ജനേയ സ്റ്റാച്യൂസാണ്. അതായത് ആഞ്ജനേയൻ്റെ ഒരു സ്റ്റാച്യു, ആഞ്ജനേയൻ്റെ മറ്റൊരു സ്റ്റാച്യു ആണ്. ആഞ്ജനേയ സ്റ്റാച്യു മോഡേൺ സ്റ്റാച്യു ആണ്. ദെൻ വീരഭദ്ര. അങ്ങനെ ഒരുപാട് സ്റ്റാച്യൂസ് ഉണ്ട്. അതിൽ പല കാലത്തുള്ള പല തരത്തിലുള്ള സ്റ്റാച്യൂസ് ഉണ്ട്. അതിൻ്റെ ഏത് കാലത്താണെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഈ സ്റ്റാച്യു ഗണപതിയുടെ സ്റ്റാച്യു എന്ന് പറഞ്ഞാൽ 15-16 നൂറ്റാണ്ടിലുള്ള ഗണപതിയുടെ സ്റ്റാച്യു ആണിത്. നന്ദി, ഇത് 15-16 നൂറ്റാണ്ടിലുള്ള ഗണപതി സ്റ്റാച്യു ആ കാലത്തുള്ളതാണ്. ഇഷ്ടംപോലെ നന്ദിയുണ്ട് അതിലൂടെ കണ്ട. ഇഷ്ടംപോലെ നന്ദി 14-15 നൂറ്റാണ്ടിൽ 15-16 നൂറ്റാണ്ടിലുള്ള സ്റ്റാച്യൂസൊക്കെ ഉണ്ട്. അടുത്ത ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ലോട്ടസ് മഹൽ, എലിഫന്റ് സ്റ്റേബിൾ, രംഗ ടെമ്പിൾ. ഇതിൻ്റെ എൻട്രൻസ് ആണിത്. ഇതിന് ടിക്കറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോവാണ് എൻ്റെ ഏരിയയിലേക്ക്. അതുകൊണ്ട് അവിടെ വേ ടു ടോയ്ലറ്റ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. ഇതാണ് എൻ്റെ എൻട്രൻസ് പോയിന്റ്. എനിവേ ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരാം. കൗണ്ടറിൻ്റെ ഏരിയയിലേക്ക് നടക്കുകയാണ്. അവിടെ ഒരു കഫ്റ്റീരിയ ഉണ്ടെന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്. ഡ്രിങ്കിങ് വാട്ടർ, ടോയ്ലറ്റ് സംവിധാനമൊക്കെ ഉണ്ടെന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. ടോയ്ലറ്റൊക്കെ ഉണ്ട്. ഇവിടെ കഫ്റ്റീരിയ ക്ലോസ്ഡ് ആണ്. വെള്ളം മേടിക്കാമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇല്ല. ടിക്കറ്റ് കൗണ്ടറിന് അങ്ങോട്ടേക്ക് പോവാം, നോക്കാം ടിക്കറ്റ് എങ്ങനെയാണെന്ന്. അതൊരു ബേബി കെയർ സെൻറ്റർ. ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ടെന്ന് തോന്നുന്നു. ക്ലോക്ക് റൂം, ടിക്കറ്റ് കൗണ്ടർ. അവിടെ ടിക്കറ്റ് മേടിച്ചു. ടിക്കറ്റ് 40 രൂപയാണ് അഡൽട്ട്സിന് ടിക്കറ്റ്. ഇന്ത്യൻ അഡൽട്ട്സിന് 40 രൂപയാണ് ടിക്കറ്റ്. ടിക്കറ്റ് മേടിച്ചിട്ട് നമ്മൾ ആ ഒരു എൻട്രി പോയിന്റിലേക്ക് നടക്കുകയാണ്. എൻട്രൻസ് പോയിന്റിലേക്ക് നടക്കുകയാണ്. ഇതാണ് എൻ്റെ എൻട്രൻസ് പോയിന്റ്. ഇപ്പോഴത്തെ ആദ്യം കണ്ടത് ഇവിടെ അകത്ത് കയറി വന്നപ്പോൾ നമ്മൾ കണ്ടത് ഇവിടെ ജൽ മഹൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്.
അവിടെ നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് നടക്കുകയാണ്. നല്ല വെയിലുണ്ട്, എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് പോകാം. അവിടെ ജൽമഹലിൻ്റെ ബാക്കി അപ്പോൾ അതില്ല, പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു ഏരിയ ആണിത്. അത് കണ്ടുകൊണ്ട് ഫ്രണ്ടിലേക്ക് പോവാണ്. കാണുന്നതാണ് ക്യൂവിൻ്റെ പാലസ് എല്ലാം ഡിസ്ട്രോയ് ചെയ്തു, നശിച്ചു പോയിരിക്കുകയാണ്. അതിൻ്റെ ബേസ്മെൻറ്റ് മാത്രമേ ഇപ്പോൾ ഉള്ളൂതാ ക്യൂൻസ് പാലസിൻ്റെ. നമ്മൾ ആ ബേസ്മെൻറ്റിൻ്റെ കാഴ്ചയാണ് സത്യത്തിൽ. വലിയൊരു പാലസ് നിന്നൊരു സ്ഥലമാണിത്. ഇപ്പോൾ അതിൻ്റെ ബേസ്മെൻറ്റ് മാത്രമേ നിൽക്കുന്നുള്ളൂ. ഇത് അതുകൊണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പാലസ് ഈസ് പോപ്പുലർലി നോൺ ആസ് ക്യൂൻസ് പാലസ്. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഇത് ക്യൂൻസ് പാലസ് എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ബേസ്മെൻറ്റാണ് മഹൽ എന്ന് പറയുന്ന സ്ഥലം. ദ ലോട്ടസ് മഹൽ എന്ന് പറയുന്നത് ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചർ രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. അത് 24 സ്ക്വയർ പില്ലേഴ്സ് ഉള്ള ഒരു ബിൽഡിംഗ് ആണ് ലോട്ടസ് മഹൽ എന്ന് പറയുന്നത്. ഇത് ആ ഒരു നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ശരിക്കും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ രൂപമാണിത് ലോട്ടസ് മാൾ എന്ന് പറയുന്നത്. അതിൻ്റെ ബാക്ക് സൈഡായിട്ടൊരു കിണറുണ്ട്, കാണാം. അത് ഈ ഒരു കോമ്പൗണ്ടിനകത്ത് നിൽക്കുന്ന വലിയ ഒരു ആർക്കിടെക്ചറൽ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ലോട്ടസ് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന സമയത്ത് വലിയ ഗോപുരമുണ്ട്. ഒരു വാച്ച് ടവറാണ് പോലൊരു ഗോപുരമുണ്ട്. ഈ സൈഡിൽ എന്തൊക്കെയോ ചില കൺസ്ട്രക്ഷൻ രീതികൾ കാണാം. വളരെ വെറൈറ്റി ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ രീതിയുണ്ട്. മുഗൾ ഇസ്ലാമിക് കൺസ്ട്രക്ഷൻ രീതി ആണ് എന്നാണ് ഇതിനവിടെ എഴുതി വച്ചേക്കുന്നത്. ഇതാണ് നമ്മുടെ റാണി മഹൽ. ഇതിൻ്റെ രൂപത്തിലാണ് ഞങ്ങൾ താമസിക്കുന്ന ആ ഒരു റിസോർട്ടിൽ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഇതേ രൂപത്തിലുള്ള റാണി മഹലിൻ്റെ രൂപത്തിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ് അവിടെ ചെയ്തേക്കുന്നത്. അതിൻ്റെ വീഡിയോ ഇതിനകത്ത് ലിങ്ക് ഷെയർ ചെയ്തേക്കാം. അതിൻ്റെ വീഡിയോയിൽ ഈ റാണി മഹലിൻ്റെ അതേ രൂപത്തിലാണ് അവിടെ റിസോർട്ടിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്.